ഇക്കൊല്ലം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് നിന്നെ കൊണ്ട് മലയാളത്തിലും എഴുതാനും വായിപ്പിക്കാനും പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ മോരി ബഷീറേ. അങ്ങനെ വരുമ്പോൾ ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെയും അളവുകളുടെ തുക ഡാഷ് ആയിരിക്കും. ബഷീർ പറയൂ. 3 കോണുകളുടെ തുക ഡാഷ് ആയിരിക്കും. അത് വെറുതെ അല്ല നിന്നെ എല്ലാരും മോരി ബഷീറേന്ന് വിളിക്കുന്നേ. ഈ ശരിക്കൊരു മൂരി തന്നെയാണ്. ബഷീറേ, ഇത് ഏതാ ഭാഷ? ഇതിപ്പം വായിക്കേണ്ടത് ഇങ്ങനെയാണോ അതോ ഇങ്ങനെയോ? എന്തിനാടോ ഭൂമിക്കൊരു ഭാരമായിട്ടിങ്ങനെ? എന്തു തെളിച്ചം പൂമ്പാറ്റേ, എന്തവിടെ? ടീച്ചറെ ഇവളെ അപ്പിട്ടോ? ബഷീറേ, ഈ ഉപ്പ് തീർന്നല്ലോ. ബഷീറേ, സൈന് വന്നിട്ടുണ്ട്, ഓരോ ക്ലാസ്സിലാക്ക്. ണല്ലോ. ബഷീറേ, എനക്ക് ഇന്ന് സ്കൂൾ പോണ്ടടോ. ഓ, കിന്നാര കളി എനക്കും തുടങ്ങിയോ? മൈമൂന, എനക്കെന്താ പാല് തരാൻ ഒരു പിശുക്ക്? പിടുത്തം പിടരി. ഇന്നത്തെ ത്രിവേണി പരിപാടിയിൽ ആദ്യം ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ്. എന്താ കിനാബ് കണ്ടിരിക്കുക? സ്കൂൾ പോണില്ലേ? ഇല്ല. എനക്കെന്താ പറ്റിയേ? പനിയാ. നമ്മളൊന്നും കാണുന്നില്ലല്ലോ. എനക്ക് എവിടെയാ പനി? കണ്ണില്ല പനി. ബഷീറേ, കളിക്കാണ്ട് വേഗം എണീക്കാനാ പറഞ്ഞത്. എന്റെ കയ്യിൽ നിന്ന് കിട്ടും എനക്ക്. ഉമ്മ കുമാരമ്മാച്ചനെ മലയാളം പഠിപ്പിച്ചിട്ട് വിടൂന്നാ പറയുന്നേ. മാഷ് പറഞ്ഞതാ. എന്നാ എനക്കങ്ങ് പഠിച്ചാ പോരെ? എത്ര പഠിച്ചിട്ട് തലേ കയറുന്നില്ലുമ്മ. അക്ഷരങ്ങൾ കാണുമ്പോ എറുമ്പ് വരിയിട്ട പോലെയാ തോന്നുന്നു. പിന്നെ എന്നെ എല്ലാരും മൂരിന്ന് വിളിച്ച് കളിയാക്കാ ഉമ്മ. അയിന് എന്നെ മൂരിയ പറ്റേ ആണോ? അല്ല. പിന്നെ ചെല്ല്, വേഗം എണീച്ച് സ്കൂൾ പോകാൻ നോക്ക്. ചെല്ലടാ.
ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് ബെഞ്ചിലാണ് ഉണ്ടാവുക പഠിപ്പിസ്റ്റുകൾ. അവരെ മാഷന്മാർക്ക് വലിയ കാര്യമാണ്, സ്വന്തം മക്കളെ പോലെ നോക്കൂ. ലാസ്റ്റ് ബെഞ്ചിൽ ഞങ്ങൾ കുറച്ച് കേടികളാണ് ഉണ്ടാവുക. ഞങ്ങൾ പഠിച്ചാലെന്താ പഠിച്ചില്ലെന്താ, മാഷന്മാർ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ വരാറില്ല. അല്ല, ഇനി അവരെന്തെങ്കിലും പറഞ്ഞാലും ഞങ്ങളത് ചെവിക്ക് കൊടുക്കാറുമില്ല. അതുകൊണ്ടൊന്നുണ്ടായി, സർട്ടിഫിക്കറ്റിലൊന്നും ഇല്ലാണ്ടായി. അതുകൊണ്ട് ബഷീറെ, ഇപ്പം നന്നായി പഠിച്ചാൽ ഒരു കര പറ്റാം, പറഞ്ഞില്ല എന്ന് വേണ്ട. രവിയേട്ടാ, എനിക്ക് ഇപ്പണിയാ ഇഷ്ടം. അതിന് സ്കൂളിൽ പോയിട്ട് മലയാളം പഠിച്ചിട്ട് പാടാ. സ്കൂളിൽ ചെന്ന കുമാരമാശന്ന ശരിയാക്കൂ. എന്നാ പിന്നെ നിനക്കിവിടെ പണിയുമില്ല. എന്നാ പിന്നെ സ്കൂളിൽ പോവാല്ലേ? അതാ നല്ലത്. ആ ബഷീറെ, പോകുന്ന വഴിക്ക് ഈ ബാനറിന്റെ കെട്ട് നസീറിന്റെ കടയിൽ കൊടുത്ത് ഇതിന്റെ പൈസ വാങ്ങിക്കും. ഒരു ബാനറിന് 200 റുപ്യ വെച്ച് 3 എണ്ണത്തിന് 600 റുപ്യ. നീ എത്രയാ ബഷീറെ വാങ്ങിക്ക? ഒന്നിന് 200 വെച്ച് ഏടോ 600 റുപ്യ. 600 റുപ്യ അല്ലേ? അത് ഞാൻ വാങ്ങും. ഹെലൻ കെല്ലർ ജന്മനാ അന്ധയായിരുന്നു. പക്ഷേ കെല്ലറിന് സ്പർശനത്തിലൂടെ കാഴ്ച അനുഭവിച്ചറിയാൻ പറ്റിയിരുന്നു. കെല്ലർ പറഞ്ഞു, കാഴ്ചയുള്ള നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ അന്ധരായാലോ എന്നോർത്ത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ വിനിയോഗിക്കുക. നാളെ ബധിരരായാലോ എന്നോർത്ത് ആർക്കാണ് കാഴ്ച സ്പർശനത്തിലൂടെ അറിയാൻ പറ്റിയിരുന്നത്? ബഷീർ പറയൂ, ആർക്കാണ്? ബാനർ. ബഷീറിന് പുറത്തു പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സൈലൻസ്. ബധിരരായാലോ എന്നോർത്ത് നമ്മൾ നമ്മുടെ കാതുകളെ ആവോളം അനുഭവിച്ചറിയുക. കാഴ്ചയില്ലാതെ ഈ ലോകത്തിന്റെ സൗന്ദര്യം കണ്ടറിഞ്ഞ അന്നെന്നും പുറത്താക്കിയടാ. ഇനി വാ കഞ്ഞിപ്പുരയിലേക്കുമ്പോ മിണ്ടിയും പറഞ്ഞാൽ കുത്തിരിക്കാം. ബഷീറേ, ഒന്നിങ്ങ് വന്നേ. എന്താ മാഷേ? സൈനുവിന് മൂത്രമൊഴിക്കണല്ലേ? ഇനി നോട്ടോട് ചെല്ല്. സൈലൻസ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അറിയാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഉണ്ടാവാനിടയില്ല. അതുല്യനായ സാഹിത്യകാരനാണ് ബഷീർ എന്ന കാര്യത്തിലും ആർക്കും തർക്കമുണ്ടാവാനിടയില്ല. സർവശിക്ഷ അഭിയാൻ സംസ്ഥാന തലത്തിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ശാന്തത്തിന് മല കിണറ്റിൽ വീണു, അത് എടുത്തെടുത്തിട്ട് വരിക. അല്ല, ഇതിപ്പോ എന്തോ ഒരു അസംബ്ലി. ബഷീർ ഞാനോ? അല്ല പൊട്ട, വൈക്കം മുഹമ്മദ് ബഷീർ. ഏറ്റവും നല്ല പ്രോജക്റ്റിന് അവാർഡുമുണ്ട്. നമ്മുടെ സ്കൂളിലെ എല്ലാ 7ാം ക്ലാസ് വിദ്യാർത്ഥികളും മത്സരത്തിൽ പങ്കെടുക്കണം. വെറുതെ പങ്കെടുത്താൽ മാത്രം പോരാ. മികച്ച പ്രോജക്റ്റിനുള്ള അവാർഡ് നമ്മുടെ സ്കൂളിന് കിട്ടത്തക്ക വിധത്തിലുള്ള പ്രയത്നം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. എച്ചം പറഞ്ഞത് എല്ലാവരും കേട്ടതാണല്ലോ അല്ലേ? നിർബന്ധമായും എല്ലാവരും പ്രൊജക്റ്റ് ചെയ്യണം. ബഷീറേ, ഇനി എഴുതണട്ടോ ബഷീറിനെ പറ്റി. അല്ലാ, കുടുങ്ങിയോ? എന്താടി? മജീദ് പറയാ, ഒന്നും കൂട്ടിയ ഇമ്മിണി വലിയ ഒന്നാണെന്ന്. ബാല്യകാലസഖി വായിച്ചപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എനിക്ക് ആനപ്പുടിയാ ഇഷ്ടം. ഇവനെ ആനപ്പുടൽ അബ്ദുൽ ഖാദറിനെ പോലെ രാത്രി പായലുമുള്ള ശീലം ഉണ്ടാവും, അതുകൊണ്ടാ. ഇതുവരെ ശരിയാക്കിയില്ലേ? ഒന്ന് വേഗത്തിലാക്കി ബഷീറെ. മാഷേ, ബഷീർ ഒരുപാട് ജോലി ചെയ്തിരിക്കുന്നു പറയുന്നിട്ടിക്കല്ലോ. ഏത് ബഷീർ? നിങ്ങൾ അസംബ്ലി പറഞ്ഞ ബഷീർ. പായാരം പറയാണ്ട് വേഗത്തിലാക്കി ബഷീറെ. മാറിയിട്ട് വയ്യ, അപ്പോഴാ അവന്റെ ഒരു ശരിയാക്കാം. മതിലുകളില്ലാത്ത സാഹിത്യം കൊള്ളാം. ബഷീർ സാഹിത്യ ലോകത്തെ സുൽത്താൻ. നന്നായിട്ടുണ്ട്. ഇനി ആരെങ്കിലും തരാൻ ബാക്കിയുണ്ടോ? ആരാ? ബഷീർ. ബഷീർ എഴുതിയത് കൊണ്ടുവരൂ. ഓനൊന്നും
അപ്പൊ ബഷീർ മാത്രം ഒന്നും ചെയ്തിട്ടില്ല. ബഷീർ ഇനി എഴുതിയിട്ട് ക്ലാസ് കയറിയാ മതി. എന്താ എന്റെ പ്രശ്നം? ഇങ്ങക്ക് മാറ്റാൻ പറ്റിയ പ്രശ്നമൊന്നല്ല. എന്നാലും പറ കേക്കട്ടെ. പൈക്കത്ത് മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരാളുണ്ടോലു, മൂപ്പരെ പറ്റി ഞാൻ എഴുതി കൊടുക്കണോന്ന്. അതാരാപ്പാ? നമുക്ക് അറിഞ്ഞിടാ നടന്നോ? അതൊക്കെ പറഞ്ഞു നോക്കിന്ന് മലയാളം മാച്ചെടുത്ത് അന്ന് നടക്കൂല. ബഷീർ തന്നെയല്ലേ? കാതറന്നല്ലോ അല്ലാന്ന്. പൈക്കത്ത് ഇപ്പൊ ഏതങ്ങനെയൊരു ബഷീർ? ബഷീർ എം കെ ഒരു നാറ്റം. നല്ല ജലദോഷമുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഓൻ 2 ദിവസമായി വന്നിട്ട് എനിക്ക് പീരീഡ് ഉണ്ട് മാഷേ. അല്ലാന്ന് ഇവിടെ ബഷീർ കുറച്ച് ദിവസം സ്കൂളിൽ വരാത്ത നിങ്ങൾ കണ്ടീനോനാ? ഓൻ വക്കത്തോ വൈക്കത്തെങ്ങാൻ പോണെന്ന് പറഞ്ഞേനു. അതെന്തിന്? ഏതോ പോക്കറിനെയാ ബഷീറിനെ കാണണമെന്ന് പറഞ്ഞിട്ട്. ബഷീറേ, ഇങ്ങെന്താ സ്കൂളിൽ വരാത്തെ? എന്തിനാ വരുന്നേ? നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എന്നെ മക്കാറാക്കാനല്ലേ? ഞാൻ നിന്നെ മക്കാറാക്കിയില്ലാലോ. എനിക്ക് ബഷീറിനെ കുറിച്ചൊന്നും എഴുതാൻ പറ്റൂല, അതാ വരാത്തെ. എടാ പൊട്ടം ബഷീറേ, നീ എന്തിനാ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ മണ്ടനാവുന്നേ? എന്നും ഇങ്ങനെ തന്നെ മണ്ടനായി നടക്കാനാ നിന്റെ വിചാരം? കാണിച്ചു കൊടുത്തുടടാ നിന്റെ കഴിവ്. നിനക്ക് നന്നായി ചിത്രം വരയ്ക്കാൻ അറിഞ്ഞൂടെ? നീ എന്തിനാ ബഷീറിനെ കുറിച്ച് എഴുതുന്നത്? നിനക്ക് വരച്ചാലെന്താ? നിനക്ക് പറ്റും ബഷീറേ. ബഷീറെന്ന് പറയുമ്പോ നീ എന്തിനാ പേടിക്കുന്നേ? എന്ത് രസമെന്നറിയോ ബഷീറിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ? പിന്നെ ബഷീർ ഒരൊറ്റ ജീവിയെ പോലും കൊല്ലാറില്ല. പാമ്പും പഴുതാരയും എലിയും എട്ടുകാലിയും ഉറുമ്പ് പോലും ഈ ഭൂമിന്റെ അവകാശികളെന്നാ മൂപ്പര് പറയുന്നത്. ആണോ? ആ,
എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞാനും ഇതുവരെ ഒരു ജീവിനെ കൊന്നിട്ടില്ല. മൂപ്പര് കിണറ്റിലിറങ്ങിണ്ടാ ഉണ്ടല്ലോ, തങ്കമുത എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. മാവുള്ളയിലെ ശാന്തടുത്തിന്റെ മല പോയപ്പോ ഞാനും ഇറങ്ങിയിട്ടുണ്ട്. ആണോ? വിശേഷമൊന്നുമില്ല. മുക്കിന്നു ശകലം നീളം വച്ചിരിക്കുന്നു. വായു കുമാരമാഷേ നീണ്ടു കിടക്കുകയാണ്. അങ്ങനെ അപ്പു ബഷീറേ, അനക്കെന്താ അവിടെ ഒരു പണി? നമ്മളെ വല്യപ്പാന്റെ ചാരി ഇരിക്കുന്ന ഒരു കസേരല്ലായിരുന്നു, എവിടെ പോയത്? എനക്കിപ്പ എന്തിനാ അത്? പുയിങ്ങി തിന്നേ. നിങ്ങള് കണ്ടിക്കിന്ന് പറയാന്ന്. എന്റെ റബ്ബേ, കിട്ടേക്ക് ഇത് തെരഞ്ഞെറിഞ്ഞ് മനുഷ്യൻ ക്ഷീണിച്ചേക്ക്. ഇങ്ങളൊരു സുലൈമാൻ ഇങ്ങോട്ട് ഇട്ടോളി. സുലൈമാനിയോ? ഈ പഹേനിത് എന്താ പറ്റിയേ? കുമാരമാഷേ, ആ വരൂ കുട്ടി. മാഷേ, ബഷീറിനെ പറ്റി ഇമ്പളെ MK ബഷീർ ചിത്രം വരച്ചിട്ടുണ്ട്. മാഷ് അതൊന്ന് വന്ന് കണ്ടീനെങ്കിൽ ഓന് മാഷോട് പറയാൻ പേടിയേറ്റാ. ഏത് നമ്മളെ ബഷീർ ചിത്രോ? സത്യമായിട്ട് മാഷേ ഒന്ന് നന്നായി വരച്ചിട്ടുണ്ട്. ഇനി ചിത്രത്തിന്റെ കുറവേ ഉള്ളൂ, ബാക്കിയല്ലായി. കേട്ടോ ചേച്ചി, നമ്മളെ ബഷീർ ചിത്രം വരച്ചിട്ടുണ്ട്. ബഷീറിനെ പറ്റി എങ്ങോട്ടാ വരാനല്ലേ പറഞ്ഞേ? ഇതൊന്നും കണ്ടു നോക്കൂ മാഷേ. നിങ്ങളിതെന്താ മാഷേ പറയുന്നത്? ഒരു സുപ്രഭാതത്തെ ചിത്രകാരനാവാനൊന്നും ആർക്കും പറ്റില്ല. രക്തത്തിലുണ്ടാവണം കല.
അതുകൊണ്ടാണല്ലോ ഡ്രോയിങ് മാഷ് ഇക്കണ്ട കാലം അത്രയും താമരയും താറാവും വരച്ച് ജീവിക്കുന്നത്. ഏതൊരു കുട്ടിക്കും തോന്നുന്ന ചില കുത്തിവരയ്ക്കലുകൾ അത്രയേ കരുതിയിരുന്നുള്ളൂ ആദ്യം. പക്ഷെ പിന്നീട് കൂടുതൽ അറിഞ്ഞപ്പോ ഒന്നും ആലോചിച്ചില്ല. പ്രൊജക്ടിന് ബഷീറിന്റെ തെരഞ്ഞെടുത്ത ചിത്രങ്ങൾ ഞാൻ അയച്ചു. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്കായി നടത്തിയ പ്രൊജക്ടുകൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു. ശാസ്ത്ര വിഷയത്തിനുള്ള പ്രൊജക്ടിന് തൃശൂർ ജില്ലയിലെ പ്രസന്റേഷൻ സ്കൂളിലെ ആൻമരിക്കാണ് ഒന്നാം സ്ഥാനം. മലയാളം പ്രൊജക്ടുകൾക്കുള്ള അവാർഡ് കോഴിക്കോട് ജില്ലയിലെ തൃക്കുറ്റിശ്ശേരി GUP സ്കൂളിലെ ബഷീർ MK ലഭിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ലോകത്തെ വരയിലൂടെ ആവിഷ്കരിച്ച ഈ 7ാം ക്ലാസ് വിദ്യാർത്ഥി തീർത്തും വ്യത്യസ്തമായ അവതരണ രീതിയിലൂടെ അത്ഭുതപ്പെടുത്തി കളഞ്ഞുവെന്ന് ജൂറി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ജേതാക്കൾക്ക് വിദ്യാഭ്യാസ മന്ത്രി അവാർഡുകൾ വിതരണം ചെയ്യും. എന്താണ് വിദ്യാഭ്യാസം? മാത്സിനോ സയൻസിനോ A+ നേടുക എന്നത് മാത്രമാണോ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? മറിച്ച് ഒരു വ്യക്തിയുടെ സർവ്വതോന്മുഖമായ കഴിവുകളെ തൊട്ടുണർത്തുന്നതായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. എല്ലാ കുട്ടികളും ഓരോ തരത്തിൽ പ്രതിഭകളാണ്. കുട്ടികളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരെയാണ് നമുക്ക് ആവശ്യം. ഏതു രംഗത്താണ് അവരുടെ കഴിവുകളെന്ന് നാം തിരിച്ചറിയാതെ പോകുമ്പോഴാണ് ആ കുട്ടികൾ മറ്റുള്ളവരുടെ മുന്നിൽ കഴിവുകെട്ടവരും മന്ദബുദ്ധികളുമാവുന്നത്. എങ്ങനെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന എഴുത്തുകാരൻ ജനിക്കുന്നത്? അനുഭവങ്ങളാണ്, നീറുന്ന അനുഭവങ്ങളാണ് ബഷീറിനെ എഴുത്തുകാരനാക്കിയത്. വിശ്വസാഹിത്യത്തിലെ തന്നെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി ബഷീറിനെ വളർത്തിയത്. ആരായിരുന്നു ബഷീർ? എന്തായിരുന്നു ബഷീർ? ചെയ്യാത്ത ജോലികളുണ്ടായിരുന്നു. ഇതാണോ കലാസിയായും കൈനോട്ടക്കാരനായും സന്യാസിയായും ബഷീർ കണ്ടത് ജീവിതത്തിന്റെ നേർക്കാഴ്ചകളായി. അങ്ങനെയാണ് വ്യാകരണത്തിന്റെ മതിൽക്കെട്ടുകൾക്കകത്ത് നിൽക്കാതെ അനുഭവത്തിന്റെ തീച്ചൂളയിൽ നിന്നും പുതിയൊരു കഥാപ്രപഞ്ചം തീർക്കാൻ ബഷീറിന് കഴിഞ്ഞത്. ആ കഥാപ്രപഞ്ചം ചിത്രത്തിലൂടെ ആവിഷ്കരിച്ച ബഷീർ ഈ നാടിന്റെ പൊന്നു ബഷീറേ, ഇല്ലായിരുന്നെങ്കിലും മന്ത്രിന്റെ മുമ്പിൽ നമ്മൾ നാണം കെട്ടു പോകാനും എന്റെ പണിയും പോകാനും ആ കൊയ്യക്കാരൻ കാളപ്പട്ടം പറ്റിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചു? മികച്ച മലയാളം പ്രൊജക്ടിനുള്ള അവാർഡ് സ്വീകരിക്കാനായി നമ്മുടെ അഭിമാനമായ MK ബഷീർ അന്നേതാ വിളിക്കുന്ന അവാർഡ് സ്വീകരിക്കാനായി ബഷീർ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. ബഷീർ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരണം. പോയി വാങ്ങി വാ. അലൻ പ്രദീപ്, അബീബ് പി, അഭിനന്ദ് SD, ബഷീർ MK. പ്രസന്റ് സാർ.